നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ബ്രിഞ്ചാൾ കറിയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്ന ഏത് ഓയിൽ വേണേലും ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയല്ല എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ബ്രിഞ്ചാൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 4 ബ്രിഞ്ചാളാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി വലുതായതുകൊണ്ട് അതിനെ ഞാൻ ഒരു 6 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി വലിയ കഷ്ണങ്ങളാണ്. ഇതുപോലെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിത് കറിയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കറി വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ചെയ്യുമ്പോഴാണ്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. ഇതിലിപ്പം കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ജീരകം ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ജീരകം ചേർക്കുന്നില്ല. ഇതിലേക്ക് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവാളയാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് സവാള വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്തിട്ട് വഴറ്റുമ്പോൾ സവാളയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുമ്പോൾ അതനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മല്ലിപ്പൊടി ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറും എരിവെള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ടുള്ളതാണ്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. പൊടികളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് അല്പം കൂടെ ഓയിൽ വേണം. അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ആ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടും. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്തിട്ടുള്ളത്. തക്കാളി ഇതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ അല്പം നിലക്കടല പീനട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പീനട്ടാണ് എടുത്തത്. അത് ഞാനിതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത വെള്ളം ചേർക്കരുത്. മസാലയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ കഷ്ണങ്ങൾ നന്നായിട്ട് വേവിച്ചെടുക്കാനുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന നിലക്കടല നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കുതിർത്തിയ വെള്ളത്തോടെ തന്നെയാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി നല്ല തിക്കായിട്ടിരിക്കും. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ വഴുതനങ്ങ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. നമ്മൾ പുളി ഒക്കെ ചേർത്തിട്ടുള്ള കറി ആയതുകൊണ്ട് അല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് ചേർക്കരുത്. 1/4 ടീസ്പൂണൊക്കെ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കയ്പുണ്ടാവും. ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നിലക്കടല പേസ്റ്റാണ്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നിലക്കടലയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കറി നല്ല തിക്കായിരിക്കും.
അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവിയുടെ ആവശ്യം അനുസരിച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസ് ആവണ്ട, കറി ഇരിക്കുമ്പോൾ തിക്കാവുന്ന കറിയാണ്. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയോ ഒരു അല്പം ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കര ഒന്ന് കലക്കിയിട്ട് അതാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പുളിയും എരിവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ചേർത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കറി സ്റ്റവിൽ നിന്ന് വാങ്ങാം. അല്പം മല്ലിയിലയും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചാൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.